അടുത്ത ബാച്ച് ലീവ് ഓൺ ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കിയതാണ്. ഇതിലറിയാം നിങ്ങൾക്ക് റോസ്മേരി, അലോവേര, അതുപോലെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, എസെൻഷ്യൽ ഓയിൽ ഒക്കെ ഉള്ളതാണ്. ഇത് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത്, തലേ ദിവസം നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുടിയൊക്കെ ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നവർക്ക്, സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ തലേ ദിവസം നമ്മൾ കുളിക്കുന്നതിൻ്റെ തലേ ദിവസം മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അതിന് ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്കത് ഏതെങ്കിലും മാസ്ക് എന്തെങ്കിലും തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ചെറിയ ഓയിൽ മസാജൊക്കെ കഴിഞ്ഞിട്ട് മൈൽഡ് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുക. ഞാൻ അതിന് മുമ്പ് ഒരു ഷാമ്പു പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഷാമ്പു പൗഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഷാമ്പു പൗഡർ ആണുങ്ങൾക്കാണ് ഒന്നും കൂടി യൂസ് ചെയ്യാൻ എളുപ്പം. കൂടുതൽ മുടിയുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊരു രീതി. അങ്ങനെ നമുക്ക് ഹെയർ കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മുടി ഭയങ്കര ഒട്ടും സോഫ്റ്റ് അല്ലാതെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്കാൽപ്പിലും മുടിയുമേയും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയാം. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം നന്നായി മുടി തോർത്തിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മുടി വരും. ഇനി ഹെയർ ഡ്രയർ ഉപയോഗിക്കേണ്ടവർക്കാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കാം. ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക്, അപ്പോൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടി പൊതുവേ ഒന്ന് ഡ്രൈ ആവും. അപ്പോഴും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴൊക്കെ നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന അപ്പോഴൊക്കെ നമുക്ക് മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെല്ലിലും ചെയ്തെടുക്കാം. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അലോവേര ജെല്ല്, ശരിക്കുള്ള അലോവേര ജ്യൂസ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ലല്ല. അതിലേക്ക് ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വാങ്ങിക്കുന്ന അലോവേര ജെല്ലിലായാലും നമുക്ക് ചെയ്യാം. ഇതുപോലെ വൈറ്റമിൻ ഡി പാന്തനോൾ, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോട്ടീൻ, റൈസ് പ്രോട്ടീനോ അല്ലെങ്കിൽ വീറ്റ് പ്രോട്ടീനോ, അതുപോലെ നമുക്ക് മുടിക്ക് ഗ്രോത്തിന് ആവശ്യമുള്ള ഓയിലുകൾ, അതായത് ബ്ലാക്ക് ജീര ഓയിൽ നല്ലതാണ്, കാസ്റ്റർ ഓയിൽ, അതുപോലെ അർഗൻ ഓയിൽ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകൾ നമുക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴൊക്കെ ഡ്രൈനെസ് തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജെല്ലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ആ ജെല്ലിൻ്റെ ഒരു ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആക്കും മുടി. കാരണം ഇതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എമൽസിഫയർ ആണ് നമ്മൾ ക്രീമിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ മുടിയും അത് പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷണർ ഇട്ട് കഴിയുമ്പോൾ മുടി ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ക്രീം നമുക്ക് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജെല്ലോ അല്ലെങ്കിൽ സിറം പോലത്തെ ആയാലും ഉണ്ടാക്കിയിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഗ്രോത്തിനും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് എന്താണോ മുടിക്കും അല്ലെങ്കിൽ സ്കാൽപ്പിനുള്ള പ്രോബ്ലം, അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറ്റി മാറ്റി ചേർത്ത് കൊടുക്കുക.